ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗുഡ്വില്ലിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻകമിങ് പാർട്ട്ണർ കൊണ്ടുവരുന്ന അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ അഥവാ പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ചെയ്യുന്ന രീതി എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത് എന്ന കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. അതുകൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാലൻസ് ഷീറ്റിൽ കാണുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് ലോസ്, അതുപോലെ റിസർവ്, ഈ കാര്യങ്ങൾ ഏത് രീതിയിലാണ് അക്കൗണ്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. വെൻ എ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഗുഡ്വിൽ ഇൻ ക്യാഷ് അഥവാ പ്രീമിയം മെത്തേഡ്. സ്ഥാപനത്തിൽ പുതുതായി ചേർക്കപ്പെടുന്ന പാർട്ട്ണർ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷായി കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്? The incoming partner who acquires his share in the profits of the firm from the existing partners brings in some additional amount to compensate them for loss of their share in super profits. It is termed as his share of goodwill, also called premium. ഒരു ഇൻകമിങ് പാർട്ട്ണർ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അയാൾക്ക് സ്ഥാപനത്തിൽ കിട്ടാവുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് അയാൾക്ക് ലഭ്യമാകുന്നത് ആ സ്ഥാപനത്തിലെ പഴയ പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്നാണ്. പുതിയ പാർട്ട്ണർ വരുമ്പോൾ പഴയ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിൽ നിന്നൊരു ഭാഗം പുതിയ പാർട്ട്ണർക്ക് പോകുന്നു. ദാറ്റ് മീൻസ് പഴയ പാർട്ട്നേഴ്സിന് കുറച്ച് സാക്രിഫൈസ് ഉണ്ടാകുന്നു, നഷ്ടം ഉണ്ടാകുന്നു. ഇനി കിട്ടാൻ പോകുന്ന സൂപ്പർ പ്രോഫിറ്റ്സിൽ, സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഉണ്ടാകാവുന്ന കൂടുതൽ പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗം പഴയ പാർട്ട്നേഴ്സിന് നഷ്ടമാവുന്നു. അതുകൊണ്ട് തന്നെ ഇൻകമിങ് പാർട്ട്ണർ കുറച്ചധികം എമൗണ്ട്, അഡീഷണൽ എമൗണ്ട് കൊണ്ടുവന്ന്, ക്യാപിറ്റൽ കൂടാതെ കുറച്ച് അഡീഷണൽ എമൗണ്ട്, അതിനെയാണ് നമ്മൾ പ്രീമിയം ഫോർ ഗുഡ്വിൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ ഓഫ് ഇൻകമിങ് പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത്. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? പഴയ പാർട്ട്നേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു, നഷ്ടപരിഹാരം ചെയ്യുന്നു. ആ മെത്തേഡാണ് നമ്മൾ പ്രീമിയം മെത്തേഡ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് പ്രീമിയം ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ട്ണർ ഈസ് ഷെയർഡ് ബൈ ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ റേഷ്യോ ഓഫ് സാക്രിഫൈസ്. അങ്ങനെ ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ഈ ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സ് വീതം വെച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അവകാശം പൂർണ്ണമായിട്ടും പഴയ പാർട്ട്നേഴ്സിനാണ്. അവരത് ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റിൽ പഠിച്ച സാക്രിഫൈസിങ് റേഷ്യോ എന്തിനു വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഷെയറിംഗ് പ്രീമിയം ഫോർ ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ബൈ ദ ഇൻകമിംഗ് പാർട്ട്ണർ. ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ ഓർ ഷെയർ ഓഫ് ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണം എന്ന് ചോദിച്ചാൽ അതാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഇഫ് ദിസ് എമൗണ്ട് പെയ്ഡ് ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഡയറക്ട്ലി, ദാറ്റ് മീൻസ് പ്രൈവറ്റ്ലി ബൈ ദ ന്യൂ പാർട്ട്ണർ, നോ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഇങ്ങനെ കൊണ്ടുവരുന്ന അഡീഷണൽ എമൗണ്ട്, ക്യാപിറ്റൽ കൂടാതെ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ എമൗണ്ട് സ്ഥാപനത്തിലുള്ള പഴയ പാർട്ട്നേഴ്സിന് പ്രൈവറ്റായി കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ഡയറക്റ്റ് കൊടുത്തു, പ്രൈവറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജേണൽ എൻട്രി ഒന്നും തന്നെ പാസ് ചെയ്യുന്നില്ല. ബട്ട് വെൻ ദ എമൗണ്ട് ഈസ് പെയ്ഡ് ത്രൂ ദ ഫേം, വിച്ച് ഈസ് ജനറലി ദ കേസ്, ദ ഫോളോയിങ് ജേണൽ എൻട്രീസ് ആർ പാസ്ഡ്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്ന എമൗണ്ട് സ്ഥാപനം വഴി കൊടുക്കുകയാണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഫേം വഴി പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചില ജേണൽ എൻട്രീസ് ആവശ്യമുണ്ട്. അഥവാ ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അക്കൗണ്ട് ചെയ്യും. അതോടൊപ്പം അയാൾ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിലും സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ കൊണ്ടുവന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് രീതി. അതിൻ്റെ ജേണൽ എൻട്രീസ് നോക്കാം. ഈ ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട ആദ്യ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്.
അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ എന്നും എഴുതാം. എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ ന്യൂ പാർട്ട്ണർ ആസ് പ്രീമിയം. പുതിയ പാർട്ട്ണർ പ്രീമിയം ഫോർ ഗുഡ് വിൽ കൊണ്ടുവന്നാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഗുഡ് വിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് കംസ് ഇൻ ടു ദ ബിസിനസ്. ഓക്കെ, ദെൻ അങ്ങനെ ഗുഡ് വിൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത ജേർണൽ എൻട്രി പാസ് ചെയ്യണം. അഥവാ ഈ ഗുഡ് വില്ലിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് പഴയ പാർട്ട്നേഴ്സാണ്. അപ്പോൾ പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കണം. അത് ബൈ ക്യാഷ് പേയ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ആ ഗുഡ് വില്ലിൻ്റെ വാല്യൂ ഈ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കണം. അതിനുള്ള ജേർണൽ എൻട്രിയാണ് ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വലി. ഈ ഗുഡ് വില്ലിനെ സ്ഥാപനത്തിലെ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും വേണ്ട എമൗണ്ട് സാക്രിഫൈസിങ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. Alternatively, it is credited to new partners' capital account and then adjusted in favor of existing partners in their sacrificing ratio. ഇതിൽ മറ്റൊരു രീതിയിലും നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അഥവാ ഗുഡ് വിൽ ഉൾപ്പെടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻകമിംഗ് പാർട്ട്ണറുടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലും അതോടൊപ്പം ഗുഡ് വില്ലും അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഗുഡ് വില്ലിൻ്റെ അവകാശികൾ ഓൾഡ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് മാറ്റണം. ജേർണൽ എൻട്രി എന്തായിരിക്കും? ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഇവിടെ ഗുഡ് വിൽ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ആ എമൗണ്ട് ഉള്ളത് പുതിയ പാർട്ട്ണറുടെ. ആ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആ ഗുഡ് വിൽ എമൗണ്ട് സാക്രിഫൈസിങ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിതിനെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് മനസ്സിലാക്കാം. ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ നോക്കുക. സുനിൽ ആൻഡ് ദലീബ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. സുനിൽ ആൻഡ് ദലീബ് പഴയ പാർട്ട്നേഴ്സാണ്, സ്ഥാപനത്തിൽ നിലവിലുള്ള പാർട്ട്നേഴ്സാണ്. സച്ചിൻ ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഫേം ഫോർ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്സ്. സച്ചിൻ എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു. അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/5 ആണ്. ഹി ഈസ് ടു ബ്രിങ് ₹20,000 ആസ് ക്യാപിറ്റൽ ആൻഡ് ₹4,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. Give the necessary journal entries. സച്ചിൻ 20,000 രൂപ ക്യാപിറ്റലായിട്ടും 4,000 രൂപ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ പഴയ പാർട്ട്നേഴ്സിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ട് കൊണ്ടുവന്നു. നമ്മളോട് ജേർണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് 3 കേസിലായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കേസ് നോക്കുക. വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. അങ്ങനെ കൊണ്ടുവന്ന ഷെയർ ഓഫ് ഗുഡ് വിൽ ആ എമൗണ്ട് സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുകയാണ്. ഗുഡ് വിൽ എമൗണ്ട് പഴയ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു കേസ് നമ്മൾ ജേർണൽ എൻട്രി എഴുതേണ്ടത് അങ്ങനെ അവർ വിഡ്രോ ചെയ്യുന്നില്ല. ആ ഫേമിൽ അവിടെ ആ ക്യാഷ് അവിടെ നിലനിൽക്കുകയാണ്. ദെൻ രണ്ടാമത്തെ കേസ് വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ. അങ്ങനെ സ്ഥാപനത്തിലെത്തിയ പ്രീമിയം ഫോർ ഗുഡ് വിൽ എമൗണ്ട് പഴയ പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നതിന് ശേഷം ആ എമൗണ്ട് സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ജേർണൽ എൻട്രി എന്താണ്? Then C, when 50% of the amount of goodwill is fully withdrawn. അങ്ങനെ വന്ന എമൗണ്ടിൻ്റെ പകുതി, അവർക്ക് അവകാശപ്പെട്ട എമൗണ്ടിൻ്റെ പകുതി വീതം ഓരോ പാർട്ട്ണറും സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യും. ഇങ്ങനെ 3 കേസിലായിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഒന്ന്, ആദ്യത്തെ കേസ് വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്സിൽ നിലനിർത്തുകയാണെങ്കിൽ. ജേർണൽ നോക്കുക. നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ നോക്കുക. സച്ചിൻ്റെ ക്യാപിറ്റൽ 20,000 രൂപയാണ്. പ്രീമിയം ഫോർ ഗുഡ് വിൽ 4,000 രൂപയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 24,000 രൂപ. സച്ചിൻ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നത് 24,000 രൂപ. അഥവാ 20,000 രൂപ ക്യാപിറ്റലും 4,000 രൂപ പ്രീമിയം ഫോർ ഗുഡ് വില്ലുമാണ്. 2, സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് 20,000 രൂപ ടു ഗുഡ് വിൽ അക്കൗണ്ട് 4,000. നരേഷൻ എഴുതുക. ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ബ്രോട്ട് ഇൻ. ദെൻ സെക്കൻഡ് ജേർണൽ എൻട്രി എന്തായിരിക്കണം? ഈ ഗുഡ് വിൽ എമൗണ്ടിനെ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നതെല്ലാം ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ 4,000. ഗുഡ് വിൽ എമൗണ്ട് 4,000 ആണ്. ടു സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര രൂപ കൊടുക്കണം? ഇതുവരെ കൊടുക്കേണ്ട റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ ഈ കേസിൽ 5:3 ആണ്. കാരണം ഓൾഡ് റേഷ്യോ 5:3 ആണ്. പുതിയ പാർട്ട്ണറുടെ ഷെയർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു വിവരങ്ങളൊന്നുമില്ല. ന്യൂ റേഷ്യോ പ്രത്യേകമായി നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം
പഴയ പാർട്ട്നേഴ്സിൻ്റെ റിലേറ്റീവ് പ്രപ്പോർഷൻ മാറുന്നില്ല. അതുകൊണ്ട് പഴയ റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 4000 ഇൻറ്റു 5/8 ഈക്വൽ ടു 2500. ദെൻ ടു ദലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാമത്തെ പാർട്ട്ണർ, പഴയ പാർട്ട്നേഴ്സിൽ രണ്ടാമത്തെ ആൾ, 4000 ഇൻറ്റു 3/8 1500. നരേഷൻ: goodwill transferred to Sunil and Dilip's capital account in the ratio 5:3. ഇതേ എൻട്രീസ് നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. അഥവാ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പൂർണ്ണമായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു ഇൻകമിംഗ് പാർട്ട്ണറുടെ. അതിനുശേഷം ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യുന്നു. നോക്കാം. ജേണൽ എൻട്രി, ആദ്യത്തെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 24,000 ടു സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 24,000. ഇവിടെ നോക്കുക, ഈ രണ്ട് എൻട്രി തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്, മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. ഇവിടെ നോക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സച്ചിൻസ് ക്യാപിറ്റലിലേക്ക് 20,000 രൂപയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ഇവിടെ കൊണ്ടുവന്ന മുഴുവൻ എമൗണ്ടും സച്ചിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 20,000 പ്ലസ് 4,000. ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ബ്രോട്ട് ഇൻ. ദെൻ അടുത്ത ജേണൽ എൻട്രി, ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കണം. നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഏത് അക്കൗണ്ടിലാണ് ഇപ്പോൾ ഗുഡ്വിൽ ഇരിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 4,000 ടു സുനിൽസ് ക്യാപിറ്റൽ 2,500 ടു ദലീപ്സ് ക്യാപിറ്റൽ 1,500. നരേഷൻ: goodwill transferred to Sunil and Dalip in the ratio of 5:3. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്ത് അതിൽ നിന്നാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ദെൻ ഈ കേസിൽ മൊത്തം എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ് പിന്നീടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ ഇതിൽ രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്. വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ. ഇവർ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യണം? പഴയ പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്തിയ ഗുഡ്വിൽ എമൗണ്ട് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ ഈ രണ്ട് ജേണൽ എൻട്രീസ് നമ്മൾ നേരത്തെ എഴുതി അല്ലേ? ക്യാപിറ്റലും ഗുഡ്വിലും കൊണ്ടുവന്നു, ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. ദെൻ അടുത്ത എൻട്രി, ഇവർ ഈ ഗുഡ്വിൽ എമൗണ്ട് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യാണ്. വിഡ്രോ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നുള്ള വിഡ്രോവലിനുള്ള ജേണൽ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. നോക്കുക, എന്തായിരിക്കും ജേണൽ എൻട്രി? സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. എത്രയാണ് സുനിൽ വിഡ്രോ ചെയ്യുന്നത്? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന 2,500 രൂപ ഗുഡ്വിലായിട്ട് കിട്ടിയത്, അത് വിഡ്രോ ചെയ്യുന്നു 2,500. ദലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 1,500 ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ത്രൂ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ടു ബാങ്ക്, ടു ക്യാഷ് അക്കൗണ്ട് 4,000. നരേഷൻ: എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ദെൻ അടുത്ത കേസ് സി എന്താ പറയുന്നത്? 50% ഓഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് വിഡ്രോൺ. പഴയ പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെത്തിയ പ്രീമിയം ഫോർ ഗുഡ്വിൽ എമൗണ്ടിൻ്റെ പകുതി വീതം വിഡ്രോ ചെയ്യുന്നു. ജേണൽ എൻട്രിയിൽ മാറ്റമൊന്നുമില്ല. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ദലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് പകുതിയാണ്, 2,500 പകുതിയാണ് സുനിൽ വിഡ്രോ ചെയ്യുന്നത്, 1,250. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 1,250, ദലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 750, 1,500 50%, ടോട്ടൽ 2,000. ഓക്കെ, ദെൻ മറ്റൊരു എക്സാമ്പിൾ. വിജയ് ആൻഡ് സഞ്ജയ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They decided to admit Ajay into partnership with 1/4 share in profits. Ajay brings in rupees 30,000 for capital and the requisite amount of premium in cash. The goodwill of the firm is valued at rupees 20,000. The new profit sharing ratio is 2:1:1. Vijay and Sanjay withdraw their share of goodwill. Give necessary journal entries. നമുക്കിവിടെ കഴിഞ്ഞ എക്സാമ്പിളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൂടി തന്നിട്ടുണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സാക്രിഫൈസിംഗ് റേഷ്യോ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് ഈ ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ഗുഡ്വില്ലായി തന്നിട്ടുള്ളത് ദ ഗുഡ്വിൽ ഓഫ് ദ ഫേമിൻ്റെ മൊത്തം ഗുഡ്വിലാണ് 20,000 രൂപ. ഇൻകമിംഗ് പാർട്ട്ണർ 20,000 രൂപ മുഴുവൻ ഗുഡ്വില്ലായി കൊണ്ടുവരേണ്ട കാര്യമില്ല.
അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ടാണ് കൊണ്ടുവരേണ്ടത്. അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/4 ആണ്. അപ്പോൾ ഈ അജയ് എന്ന് പറയുന്ന ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരേണ്ട വാല്യൂ ഓഫ് ഗുഡ് വിൽ 20,000-ന്റെ 1/4 ആയിരിക്കും, അതായത് 5,000 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട 1-2 വർക്കിംഗ് നോട്ട് ചെയ്യണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈക്വൽ ടു 20,000. അജയ് ഷെയർ ഈക്വൽ ടു 20,000 ഇൻറ്റു 1/4 ഈക്വൽ ടു 5,000, 5,000. അജയ് കൊണ്ടുവരേണ്ടത് 5,000 റുപ്പീസാണ്. ദെൻ നമുക്ക് മറ്റൊരു കാൽക്കുലേഷൻ കൂടി ആവശ്യമുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പഴയ പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസ് പുതിയ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണാം? വിജയ് സാക്രിഫൈസ് ഈക്വൽ ടു 3/5 മൈനസ് 2/4. 3/5. വിജയിൻ്റെ ഓൾഡ് ഷെയർ 3/5 ആണ്. 3/5 മൈനസ് വിജയിൻ്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 2/4 ആണ്, ഈക്വൽ ടു 2/20. ദെൻ സഞ്ജയ് സാക്രിഫൈസ് ഈക്വൽ ടു സഞ്ജയിൻ്റെ ഓൾഡ് ഷെയർ എന്ന് പറഞ്ഞാൽ 2/5 ആണ്. 2/5 മൈനസ് സഞ്ജയിൻ്റെ ന്യൂ ഷെയർ 1/4 ആണ്, ഈക്വൽ ടു 3/20. അപ്പോൾ ഈ കാൽക്കുലേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സാക്രിഫൈസിങ് റേഷ്യോ കിട്ടി. സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? വിജയിൻ്റെ സാക്രിഫൈസ് 2/20, സഞ്ജയിൻ്റെ സാക്രിഫൈസ് 3/20. ദാറ്റ് മീൻസ് സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു 2:3. 2:3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ജേണൽ എൻട്രീസ് പാസ് ചെയ്യാം. ജേണൽ എൻട്രി നോക്കുക. അജയിൻ്റെ ക്യാപിറ്റൽ 30,000 രൂപയാണ്. അയാൾ കൊണ്ടുവന്ന പ്രീമിയം ഫോർ ഗുഡ് വിൽ 5,000 ആണ്. സാക്രിഫൈസിങ് റേഷ്യോ 2:3 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 35,000. 30,000 ക്യാപിറ്റലും 5,000 പ്രീമിയം ഫോർ ഗുഡ് വില്ലും. ടു അജയ്സ് ക്യാപിറ്റൽ 30,000 ടു ഗുഡ് വിൽ അക്കൗണ്ട് 5,000. നരേഷൻ എഴുതി. തന്നെ അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഗുഡ് വിൽ വന്നു, അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അവർക്കുള്ളതാണ്, അവരുടെ സാക്രിഫൈസിനുള്ള കോമ്പൻസേഷനാണ്. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഗുഡ് വിൽ എമൗണ്ട് 5,000 ആണ്. ഇനി ഇത് ഷെയർ ചെയ്യേണ്ട റേഷ്യോ ഏതാണ്? സാക്രിഫൈസിങ് റേഷ്യോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 5,000 ഇൻറ്റു 2/5 ഈക്വൽ ടു 2,000 ആണ് ആദ്യത്തെ പാർട്ട്ണർക്ക്. രണ്ടാമത്തെ ആൾക്ക് 5,000 ഇൻറ്റു 3/5 ആണ്. ടു വിജയ്സ് ക്യാപിറ്റൽ 5,000 ഇൻറ്റു 2/5 2,000. ടു സഞ്ജയ്സ് ക്യാപിറ്റൽ 3,000. നരേഷൻ ഗുഡ് വിൽ ട്രാൻസ്ഫർ ടു വിജയ് ആൻഡ് സഞ്ജയ് ഇൻ ദ റേഷ്യോ 2:3. അതാണ് സാക്രിഫൈസിങ് റേഷ്യോ 2:3. ദെൻ അടുത്ത ജേണൽ എൻട്രി എന്താണ്? ഇവർ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2,000, സഞ്ജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 3,000 ടു ക്യാഷ് അക്കൗണ്ട് 5,000. വിജയ് ആൻഡ് സഞ്ജയ് വിഡ്രോ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഗുഡ് വിൽ നമ്മൾ വെറുതെ വാല്യൂ ചെയ്ത് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താറില്ല. എന്തെങ്കിലും സാഹചര്യത്തിൽ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ എന്ന പറയുന്ന ഒരു അസറ്റ് നിലനിൽക്കുന്ന സമയത്താണ് പുതിയ പാർട്ട്ണർ വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഗുഡ് വില്ലിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം, അത് എഴുതിത്തള്ളണം. ആ ഗുഡ് വില്ലിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം മുഴുവൻ പഴയ പാർട്ട്നേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞതാണ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റിയുമായി ബന്ധമുള്ള ഒരു അസറ്റാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി പഴയ പാർട്ട്നേഴ്സിന് കിട്ടിയതാണ്. അതുകൊണ്ട് പുതിയ പാർട്ട്ണർക്ക് ഈ അസറ്റിൽ നിന്ന് യാതൊരു നേട്ടവും ഇല്ല. അതുകൊണ്ട് ആ ഗുഡ് വിൽ എന്ന് പറയുന്ന അസറ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം, എഴുതിത്തള്ളണം. അതിൻ്റെ ജേണൽ എൻട്രി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രീകാന്ത്, രാമൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. ശ്രദ്ധിക്കുക, പഴയ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയിലാണ്. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ഉപയോഗിക്കുന്നത് ആകെ ഒരൊറ്റ കാര്യത്തിനാണ്. ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കി എല്ലാ പർപ്പസിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾഡ് റേഷ്യോ ആണ്. പിന്നെ പുതിയ ഫേമിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ന്യൂ റേഷ്യോ. ഓക്കെ, ആ വ്യത്യാസം ഒന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. They decide to admit Venkat into partnership with 1/3 share in the profits. Venkat brings rupees 30,000 as his capital.
He also promises to bring in the necessary amount for his share of goodwill. On the date of admission, the goodwill has been valued at rupees 24,000. വെങ്കട്ട് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. ആ ദിവസം ഫേമിൻ്റെ മൊത്തം വാല്യൂ ഓഫ് ഗുഡ്വിൽ 24,000 രൂപയാണ്. അഥവാ വെങ്കട്ട് കൊണ്ടുവരേണ്ടത് 24,000 ഇൻറ്റു 1/3 ആണ്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ മനസ്സിലാക്കി. അഥവാ 8,000 രൂപയാണ് വെങ്കട്ട് പ്രീമിയം ആയി കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് ദ ഗുഡ്വിൽ എമൗണ്ട് ആൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് അറ്റ് rupees 12,000. 12,000 രൂപ നിലവിൽ ആ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വില്ലായി കാണുന്നുണ്ട്. അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട റേഷ്യോ 3:2 ആണ്. Then Venkat brings the necessary amount for his share of goodwill and agrees that the existing goodwill account to be written off. Record necessary journal entries. നമ്മൾ ഈ ജേണൽ എൻട്രീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ജേണൽ എൻട്രി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെങ്കട്ട്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഗുഡ്വിൽ അക്കൗണ്ട്. വെങ്കട്ട് ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവരുന്ന എൻട്രി. അതിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ടോട്ടൽ ഗുഡ്വിൽ ആയിട്ടുള്ള 24,000ൻ്റെ 1/3 വെങ്കട്ടിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ടുള്ള 1/3 ആണ്. അതാണ് അയാൾ കൊണ്ടുവരേണ്ട ഷെയർ ഓഫ് ഗുഡ്വിൽ. ദെൻ രണ്ടാമതായിട്ട് ആ കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ പഴയ പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ജേണൽ എൻട്രി പുതുതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അത് എന്തിൻ്റെ ജേണൽ എൻട്രിയാണ്? നിലവിൽ ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്ന 12,000 രൂപ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യാണ്. റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ജേണൽ എൻട്രി നോക്കുക. ശ്രീകാന്ത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, രാമൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. 3:2 ആണ് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ടു ഗുഡ്വിൽ അക്കൗണ്ട്. സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്ന ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രിയാണ്. ഗുഡ്വിൽ ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് റിട്ടൺ ഓഫ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓക്കെ, ദെൻ അടുത്തതായി നമുക്ക് ഒരു ഭാഗം കൂടി പറയാനുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എന്ന് പറയുമ്പോൾ ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കണം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം ഏതെങ്കിലും വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി കണ്ടെത്തിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാത്ത പ്രോഫിറ്റിനെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയും. ഇത് സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണും. അതുപോലെ ചിലപ്പോൾ പ്രോഫിറ്റിൻ്റെ കുറച്ച് ഭാഗം റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ടാവാം. റിസർവ് ആണെങ്കിലും ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ റിസർവ് എന്നോ ജനറൽ റിസർവ് എന്നോ ഒക്കെ പേരിൽ കാണും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അവകാശികൾ ആരാണ്? പഴയ പാർട്ട്നേഴ്സാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആണെങ്കിലും റിസർവ് ആണെങ്കിലും ആ അത്രയും എമൗണ്ടിൻ്റെ അവകാശം പഴയ പാർട്ട്നേഴ്സാണ്. കാരണം സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് നൽകാതെ മാറ്റിവെച്ചതാണ് സ്ഥാപനം. അപ്പോൾ അത് പുതിയ പാർട്ട്ണർ വരുന്നതോടുകൂടി സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റംസിലും ഒരു അവകാശം പുതിയ പാർട്ട്ണർക്ക് കിട്ടും. അപ്പോൾ പഴയ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ട ഈ ഐറ്റംസ് പുതിയ പാർട്ട്ണറിന് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും എമൗണ്ടുകൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, നോക്കുക. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് ആർ ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അക്യുമുലേറ്റഡ് ലോസസ് ആർ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം ഒരു വർഷം നഷ്ടമാണ് ഉണ്ടാക്കിയത്, അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി കണ്ടെത്തിയത് നെറ്റ് ലോസ് ആയിരുന്നു. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ സ്ഥാപനം അവിടെ അങ്ങനെ നിലനിർത്തിക്കുകയാണെങ്കിൽ സ്ഥാപനം പിന്നീട് തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണും. ഇത് ലോസാണ്. പുതിയ പാർട്ട്ണറുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ജേണൽ എൻട്രി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സോ റിസർവോ ആണെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കണം. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. റിസർവ്സ് or profit and loss account debtor to old partners capital account in their old profit sharing ratio. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. അതിൻ്റെ ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം പഴയ പാർട്ട്നേഴ്സിൻ്റെ ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, നമുക്ക് ഈ തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം.
Rajinder and Surinder are partners in a firm sharing profits in the ratio of 4:1. On April 15th, 2017, they admit Narendra as a new partner. On that date, there was a balance of rupees 20,000 in general reserve and a debit balance of rupees 10,000 in the profit and loss account of the firm. Pass necessary journal entries regarding adjustment of accumulated profits or losses. രജീന്ദറും സുരീന്ദറും രണ്ട് പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:1 ആണ്. അവർ നരേന്ദർ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. ആ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം 20,000 രൂപ ജനറൽ റിസർവിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണുന്നു. അതുപോലെ എ ഡെബിറ്റ് ബാലൻസ് ഓഫ് rupees 10,000 ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് കൂടുതൽ അഥവാ എക്സ്പെൻസ് സൈഡ് കൂടുതൽ അഥവാ ലോസ് ആണ്. അതെവിടെ കാണും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണുന്നു. നമ്മൾ ഇതിൻ്റെ അത് റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രി, അതുപോലെ ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. നോക്കുക ജേണൽ എൻട്രി. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സുരേന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 20,000 രൂപയാണ്. 20,000 രൂപ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. ഈക്വൽ ടു 20,000 ഇൻറ്റു 4/5 രജീന്ദറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 16,000 രൂപ. ടു സുരീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 4,000 അഥവാ 1/5. അതിൻ്റെ നരേഷൻ എന്താ? ജനറൽ റിസർവ് ബാലൻസ് ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് രജീന്ദർ ആൻഡ് സുരീന്ദർ ഓൺ നരേന്ദേഴ്സ് അഡ്മിഷൻ. നരേന്ദ്രൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ജനറൽ റിസർവിനെ പഴയ പാർട്ട്നേഴ്സായിട്ടുള്ള രജീന്ദറിനും സുരീന്ദറിനും ട്രാൻസ്ഫർ ചെയ്തു. then ഇനി ഒരു ഐറ്റം കൂടിയുണ്ട്. 10,000 ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് അഥവാ അക്യുമുലേറ്റഡ് ലോസ് ആണ്. അക്യുമുലേറ്റഡ് ലോസിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മൈനസ് ആക്കുന്ന ഐറ്റം ആണ്. രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 8,000, സുരേന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2,000, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000. 4:1 എന്ന റേഷ്യോയിൽ 10,000നെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. നരേഷൻ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പാർട്ട് 2 കാര്യങ്ങളാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ അഥവാ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്, ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ്. ഓക്കെ, അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് തരാം. താങ്ക് യു.